ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എയിം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ. എയിം ഫോർ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പി എസ് സി പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റാങ്കിങ് ഇൻഡെക്സ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, അങ്ങനെ പല പല മേഖലകളിലുള്ള റാങ്കിങ് ഇൻഡെക്സിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത് ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ്. കൂടാതെ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏത് എന്നും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് റാങ്കിങ് ഇൻഡെക്സ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അഥവാ UN മാനവ വികസന സൂചിക 2023-24 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 134ാം സ്ഥാനമാണ്. UN മാനവ വികസന സൂചിക 2023-24 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 134ാം സ്ഥാനമാണ്. അപ്പോൾ 1ാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? സ്വിറ്റ്സർലൻഡിനാണ്. 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്, ഇന്ത്യക്ക് 134ാം സ്ഥാനം. ഈ റാങ്കിങ് ഇൻഡെക്സിൻ്റെ ഇംഗ്ലീഷിലുള്ള പേരും മലയാളത്തിലുള്ള പേരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിലുള്ള ടേം തന്നെയാണ് വരുന്നത്, ചിലപ്പോൾ അത് മലയാളത്തിലും ചോദിക്കാം. അതുകൊണ്ട് 2 ടേം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള വിശപ്പ് സൂചിക 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 105. ആഗോള വിശപ്പ് സൂചിക 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 105. 1ാം സ്ഥാനം ബെലാറസിനാണ്. അടുത്തത് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് അഥവാ നൂതന ആശയ സൂചിക 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 39ാം സ്ഥാനമാണ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 39ാം സ്ഥാനം. 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്. അടുത്തത് അഴിമതി സൂചിക 2024 അഥവാ കറപ്ഷൻ ഇൻഡെക്സ്. അഴിമതി സൂചിക 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 96ാം സ്ഥാനമാണ്. ഏറ്റവും കുറവ് അഴിമതിയുള്ള രാജ്യം ഡെൻമാർക്കാണ്. അടുത്തത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, ലോക സന്തോഷ സൂചികയിൽ 2024 ഇന്ത്യക്ക് 126ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഫിൻലൻഡ്. 2025 ഇന്ത്യക്ക് 118ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഫിൻലൻഡ് തന്നെ. അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2024 ഇന്ത്യക്ക് 126ാം സ്ഥാനം. 2025 ഇന്ത്യക്ക് 118ാം സ്ഥാനം. 1ാം സ്ഥാനം എപ്പോഴും ഫിൻലൻഡ് തന്നെയാണ്. ഏറ്റവും താഴെ, അതായത് ഒട്ടും സന്തോഷമില്ലാത്ത രാജ്യം അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം കുറവുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അടുത്തത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് അഥവാ ആഗോള സമാധാന സൂചിക 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 116ാം സ്ഥാനം. ആഗോള സമാധാന സൂചിക 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 116ാം സ്ഥാനം. ഏറ്റവും സമാധാനമുള്ള രാജ്യം, അതായത് 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഐസ്ലൻഡാണ്. അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡെക്സ് അഥവാ കാലാവസ്ഥാ വ്യതിയാന സൂചിക 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 10. കാലാവസ്ഥാ വ്യതിയാന സൂചിക 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 10. 1ാം സ്ഥാനം ആർക്കും ഇല്ല. അതായത് കാലാവസ്ഥാ പ്രവർത്തന മേഖലയിലെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതിൽ ഒരു രാജ്യവും ഉയർന്ന നിലവാരം നിറവേറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 1, 2, 3 സ്ഥാനങ്ങൾ വേക്കൻ്റ് ആണ്. അടുത്തത് ലിംഗസമത്വ സൂചിക അഥവാ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 129ാം സ്ഥാനമാണ്. ലിംഗസമത്വ സൂചിക 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 129ാം സ്ഥാനം. 1ാം സ്ഥാനം ഐസ്ലൻഡിന്. അടുത്തത് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ്, സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 128ാം സ്ഥാനം. സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക 2025 റിപ്പോർട്ട് പ്രകാരം
ഇന്ത്യക്ക് 128 സ്ഥാനം. 1 സ്ഥാനം സിംഗപ്പൂരിനാണ്. അടുത്തത് എൻവയോൺമെന്റ് പെർഫോമൻസ് ഇൻഡെക്സ്, പരിസ്ഥിതി പ്രകടന സൂചിക 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 176 സ്ഥാനം. പരിസ്ഥിതി പ്രകടന സൂചിക 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 176 സ്ഥാനം. 1 സ്ഥാനം എസ്റ്റോണിയ. അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ഇന്ത്യക്ക് 109 സ്ഥാനം. സുസ്ഥിര വികസന സൂചിക 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 109 സ്ഥാനമാണ്. 1 സ്ഥാനം ഫിൻലൻഡിനാണ്. അടുത്തത് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2025, ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 151 സ്ഥാനം. 1 സ്ഥാനം നോർവേ. ഏറ്റവും താഴെ എറിത്രിയ. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 151 സ്ഥാനം. 1 സ്ഥാനം നോർവേ. അടുത്തത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024, ഭൗതിക സ്വത്തവകാശ സൂചിക 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 42 സ്ഥാനം. 1 സ്ഥാനം US-ന്. ഭൗതിക സ്വത്തവകാശ സൂചിക 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 42 സ്ഥാനം. 1 സ്ഥാനം US-ന്. അടുത്തത് വേൾഡ് എക്കണോമിക് ഫോറം ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡെക്സ് 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 39 സ്ഥാനമാണ്. വേൾഡ് എക്കണോമിക് ഫോറം ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡെക്സ് 2024 ഇന്ത്യക്ക് 39 സ്ഥാനം. അടുത്തത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2025, ഇന്ത്യക്ക് 4 സ്ഥാനം. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2025 ഇന്ത്യക്ക് 4 സ്ഥാനം. 1 സ്ഥാനം USA. അടുത്തത് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് 2023, ഇന്ത്യക്ക് 38 സ്ഥാനം. ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഇന്ത്യക്ക് 38 സ്ഥാനം. 1 സ്ഥാനം സിംഗപ്പൂർ. അടുത്തത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 71 സ്ഥാനം. 1 സ്ഥാനം സ്വീഡനാണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 71 സ്ഥാനം. 1 സ്ഥാനം സ്വീഡൻ. ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ 1 സ്ഥാനം കോപ്പൻഹേഗനാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നോക്കിയത് റാങ്കിംഗ് ഇൻഡെക്സ് ആണ്. നമ്മൾ ഇന്ന് പഠിച്ചതിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, ഇവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.